ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡിയിലൂടെയും പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു നമ്മുടെ സുധിച്ചേട്ടൻ. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിലൂടെയാണ് നമുക്ക് നഷ്ടമായത്, അത്രയും നല്ലൊരു കലാകാരനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ന്യൂസ് വഴിയൊക്കെ നമ്മളെല്ലാവരും അപ്ഡേറ്റുകൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സംഘടന വീട് വെച്ച് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ വരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റീസെൻ്റായിട്ട് നമ്മുടെ രേണു ചേച്ചിയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ദിലീപിൻ്റെയും ഗോപികയുടെയും ചാന്ത് പൊട്ടുന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്ത് എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ കവർ സോങ് ആയിട്ട് അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സോങ് എന്ന് പറയുന്നത് വളരെയധികം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ അഭിനയിച്ചു എന്നും പറഞ്ഞിട്ട് ഒരുപാട് വിമർശനമാണ് രേണു ചേച്ചി കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീനിൽ മറ്റൊരു പുരുഷൻ്റെ കൂടെ അഭിനയിച്ചു എന്നുള്ളതാണ് ഈ കണ്ട ആളുകളുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വേറൊരു അല്ലെങ്കിൽ ഒരു കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയാണ് ഇത് അഭിനയിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഓഹോ ആഹാ എന്നായിരുന്നേനെ. പക്ഷേ ഇത് ഭർത്താവ് മരിച്ചുപോയി ഒരു സ്ത്രീ ഈ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാമോ, ഭർത്താവ് മരിച്ചതല്ലേ, വീട്ടിലടങ്ങിയിരുന്നൂടെ എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. അതും ഭർത്താവ് മരിച്ച 1 വർഷമായില്ല, അതിനു മുന്നേ ഈ രീതിയിലൊക്കെ പോയി അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവരവരുടെ തൊഴിലാണ് ചെയ്യുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. ആ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ തൊഴിൽ ചെയ്യുന്നത്. അതും അവർ ആരും അറിയാതെ പോയി ചെയ്യുന്നതല്ല. ഇത് അവരൊരു സോങ് ഷൂട്ട് ചെയ്തു, അതിന് അവർ നായികയായിട്ട് അഭിനയിച്ചു. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ അവർ പറയുന്നുണ്ട്, അവർ നാടകത്തിനൊക്കെ അഭിനയിക്കുന്നുണ്ട്, നാടകം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കവർ സോങ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അല്ലാതെ ഒരാളുടെ കൂടെ റൊമാൻറ്റിക്കായിട്ട് അഭിനയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ ചാടിപ്പോയെന്നോ കല്യാണം കഴിച്ചെന്നോ പ്രേമമാണെന്നോ ഒന്നും അർത്ഥമില്ല. അത് നമ്മൾ കാണുന്നവരുടെയും ചിന്തിക്കുന്നവരുടെയും മനസ്സിൻ്റെയും കണ്ണിൻ്റെയും പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ എത്ര ഭാര്യമാർ വേണം, എത്ര കാമുകിമാർ വേണം? അപ്പോൾ അത് അവരുടെയൊക്കെ വൈഫ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ, അതിൻ്റെ റിയാലിറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ലൈഫ് ഇത്രയും മനോഹരമായിട്ട് പോകുന്നത്. അപ്പോൾ ഭർത്താവില്ലാത്ത അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അവർ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അതിന് നമ്മൾ ആരും അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല. അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.